HIV ബാധിതരുടെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്താൽ, അവർ ഭക്ഷണം കഴിച്ച പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ, അവർ കുളിച്ച സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചാൽ, അവരുടെ ഒപ്പമിരുന്ന് സിനിമ കണ്ടാൽ, അവരുടെ വിയർപ്പ് പറ്റിയാൽ, അവർ ഉപയോഗിച്ച ബാത്റൂം ഉപയോഗിച്ചാൽ, അവരെ കടിച്ച കൊതുക് കടിച്ചാൽ ഒക്കെ എയ്ഡ്സ് പകരുമെന്നത് പലരുടെയും സംശയമാണ്. ഒരിക്കലും ഇല്ല. കാഷ്വൽ കോണ്ടാക്റ്റിലൂടെ ഒരിക്കലും എയ്ഡ്സ് പകരില്ലെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. പിന്നെ എന്തിനെയാണ് നമ്മൾ ഭയക്കേണ്ടത്? സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ഭയപ്പെടണം. കുത്തിവെക്കുന്ന ലഹരി മരുന്നുകൾ പരസ്പരം ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നവർ ഭയപ്പെടണം. എയ്ഡ്സ് പകരുന്നതിനുള്ള മറ്റ് 2 സാധ്യതകൾ: ഒന്ന്, ബ്ലഡ് ബാങ്കിൽ നിന്നും രക്തം സ്വീകരിക്കുമ്പോൾ മതിയായ പരിശോധന നടത്തിയിട്ടില്ലെങ്കിൽ എയ്ഡ്സ് പകരാൻ സാധ്യതയുണ്ട് എന്നതാണ്. പക്ഷേ 1985 ശേഷം ഇത്തരത്തിൽ എയ്ഡ്സ് ബാധിതർ ആയതിന്റെ നിരക്ക് തീരെയില്ല. പിന്നെ എയ്ഡ്സ് ബാധിതയായ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും എയ്ഡ്സ് രോഗം പകരാം. എയ്ഡ്സ് രോഗത്തെപ്പറ്റി ബോധവാന്മാരാകുക, തെറ്റായ പ്രചരണങ്ങൾ ഒഴിവാക്കുക, എയ്ഡ്സ് ബാധിതരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തരുത്, എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടികളിൽ പങ്കുകാരാകാം.